സാറേ, ബഹുമാന്യ മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം, കണ്ണൂർ ജില്ലയിൽ ഇത്തരം സംഭവങ്ങൾ, ഗുരുതരമായ സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെയും അങ്ങയുടെയും എൻ്റെയും ജില്ലയാണ് കണ്ണൂർ ജില്ല. ആവർത്തിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കേരള നിയമസഭയുടെ വേദിയിൽ സമ്മതിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു. തലശ്ശേരിയിലെ സംഭവം ഒറ്റപ്പെട്ടതല്ല. ഇവിടെ വേലായുധന് 85 വയസ്സ് കഴിഞ്ഞ ഒരു പാവപ്പെട്ടയാണ്. മോഹൻദാസിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പൂട്ടിക്കിടക്കുന്നതാണ്. മോഹൻദാസിനെ നമുക്കറിയാം, പലർക്കും അറിയാവുന്നതാണ്. ചെറുപ്പകാലത്തെ KSU പ്രവർത്തകനാണ്. പ്രസിഡന്റ് പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഭാര്യ വേറൊരു വീട്ടിലാണ്. ആ വീട് പൂട്ടിക്കിടക്കുന്നു. അതിനടുത്ത് കർഷക സംഘത്തിൻ്റെ ഓഫീസുണ്ട്, പഞ്ചായത്ത് ഓഫീസുണ്ട്. അവിടെ ബോംബ് കൊണ്ട് വെച്ചതാണ്. അദ്ദേഹം ഈ പറമ്പിൽ തേങ്ങ വറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കയറി ഈ സ്റ്റീല് സാധനം കിട്ടുന്നു. അതെന്താണെന്ന് അറിയാതെ ഒരു സാധാരണക്കാരൻ 85 വയസ്സുകാരൻ അത് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. അത് സ്ഫോടനമായി അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്ക് പറ്റി. അദ്ദേഹം മരണപ്പെടുന്നു. ഒറ്റപ്പെട്ട സംഭവമല്ല. അതിനുശേഷം പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ഇതവിടെ കൊണ്ടുവച്ച ആളുകൾ തന്നെ സംഭവ സ്ഥലം വളഞ്ഞ് അവിടെ ബാക്കി എന്തെങ്കിലും അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ, കൂടുതൽ ബോംബുകളുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് മാറ്റി, ഉടച്ചു മാറ്റി തെളിവുകൾ നശിപ്പിച്ചതിന് ശേഷമാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നത്. പല സ്ഥലത്ത് നടക്കുന്ന അതാണ്. 2 വർഷം മുൻപ് ഇതേ നിയമസഭയിൽ ഇതേ മുഖ്യമന്ത്രിയുടെ മുൻപാകെ ഞാൻ തന്നെ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ചാവശ്ശേരിയിൽ ആസാം സ്വദേശികളായ യാക്രി സാധനങ്ങൾ പെറുക്കി വിറ്റ് ജീവിക്കുന്ന ആളുകൾ 2 പേര്, അവർക്ക് 45 വയസ്സുകാരൻ, മകൻ 20 വയസ്സുകാരൻ, ഇവർക്ക് 2 പേർക്കാണ് ഗുരുതരമായിട്ട് ഒരു സാധനം കിട്ടി, സ്റ്റീൽ ഒരു സാധനം കിട്ടി മാത്രം. അതവരെന്താണെന്ന് അറിയാതെ അവർ പൊട്ടിച്ചു നോക്കി. വലിയ സ്ഫോടനം ഉണ്ടായി. 2 പേര് സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. മറ്റൊരു സഹോദരനുണ്ടായിരുന്നു. ഈ മൃതശരീരം കൊണ്ടാണ് അദ്ദേഹം ആസാമിലേക്ക് പോയത്. ഈ സഭയിൽ ഞാൻ അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിച്ചപ്പോഴാണ് ഇതേപോലെ ഏതാണ്ട് ഒരു മറുപടിയാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. എത്രയെത്ര സംഭവങ്ങൾ അന്നും ചൂണ്ടിക്കാട്ടിയ സംഭവങ്ങളാണ്. തില്ലങ്കേരിയിൽ ഓമന എന്ന ഒരു തൊഴിലാളി, തൊഴിലുറപ്പിന് പോകുന്ന തൊഴിലാളിയാണ്. തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് അവരൊരു റോഡിൻ്റെ കാന വൃത്തിയാക്കുകയാണ്. ഡ്രെയിനേജ് വൃത്തിയാക്കുമ്പോൾ തൂമ്പെടുത്ത് കളച്ചപ്പോൾ എന്തോ സാധനത്തിൽ തട്ടി പൊട്ടി. ബോംബായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ബോംബ് പൊട്ടി. അവർ ഇരിട്ടി ആശുപത്രിയിലായിരുന്നു. ചാനലുകൾ അവരുടെ ഈ പരിക്ക് പറ്റിയ അവസ്ഥ, പിന്നീട് തൊഴിലുറപ്പിന് പോകാൻ പറ്റാത്ത അവസ്ഥ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. പാനൂരിൽ തന്നെ അമാവാസി എന്ന അന്യസംസ്ഥാന ബാലൻ, അദ്ദേഹത്തിന് കളിക്കുന്നതിനിടയിൽ ആ കുട്ടിയാണ് അമാവാസി, കളിക്കുന്നതിനിടയിൽ ഒരു ചെറിയൊരു പാത്രം കിട്ടി. ആ പാത്രം തുറക്കാൻ വേണ്ടി അമ്മ കാളിയുടെ എടുത്തു കൊടുത്തു. അമ്മ നോക്കിയിട്ട് തുറക്കാൻ പറ്റിയില്ല. ഈ ബാലൻ തന്നെ അത് കുത്തിപ്പൊട്ടിച്ചു. ആ കുത്തിപ്പൊട്ടിക്കുന്നതിനിടയിൽ സ്ഫോടനം ഉണ്ടായി. അവൻ്റെ കണ്ണും കയ്യുമാണ് പോയത്. പിന്നീട് നാട്ടുകാരെ പിരിവെടുത്തിട്ടാണ് ഈ അമാവാസിയെ ചികിത്സിച്ച് അല്പമെങ്കിലും ഒരു ഭേദമുണ്ടായത്. ആ കുട്ടിക്കാണ് നമ്മളുടെ സുഗതകുമാരി ടീച്ചർ പൂർണ്ണചന്ദ്രൻ എന്ന് പേര് വിളിച്ചത്. ഈ അമാവാസി എന്ന കുട്ടിക്കാണ്. ഒറ്റപ്പെട്ട സംഭവമല്ല. പാനൂരിൽ ഒരു സ്കൂൾ അധ്യാപകൻ, CPM പ്രവർത്തകനായ ഒരു സ്കൂൾ അധ്യാപകൻ, നമുക്കെല്ലാം അറിയുന്ന ഒരു സ്കൂൾ അധ്യാപകൻ, അദ്ദേഹം സ്കൂളിൻ്റെ സ്റ്റാഫ് റൂമിൽ കൊണ്ട് ബാഗ് വെച്ചു. ബാഗ് ആരോ തട്ടിയിട്ട് താഴെ വീണു. ആ ബാഗിൽ നിന്ന് ബോംബ് പൊട്ടി. ഒരു അധ്യാപകൻ്റെ ബാഗിൽ നിന്ന് ബോംബ് പൊട്ടുന്ന സംഭവം പാനൂരിലുണ്ടാകുന്നു. ചാവശ്ശേരിയിൽ ചാവശ്ശേരിയിലെ പടിക്കച്ചാലിലെ ശ്രീധരൻ എന്ത് ചെയ്തു? ശ്രീധരൻ്റെ വീടിനടുത്തൊരു ബോംബ് പൊട്ടി. ശ്രീധരൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ അങ്ങോട്ട് ഓടിച്ചെന്നു. അദ്ദേഹത്തിനും ആ സംഭവത്തിൽ വീണ്ടും ഏറുണ്ടായി. അദ്ദേഹത്തിന് പരിക്ക് പറ്റി, കാല് നഷ്ടപ്പെട്ടു. ഞാൻ പോയി കണ്ടതാണ് പടിക്കച്ചാലിലെ. എത്ര സംഭവങ്ങൾ. പെരിങ്ങത്തൂർ പാലത്തിനടിയിൽ ബോംബ് സൂക്ഷിച്ചിരുന്നു. ആ ബോംബാണ് ഒരു അന്യസംസ്ഥാനത്തെ ഒരു കുട്ടി എടുത്തിട്ട് അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി. എത്ര സംഭവങ്ങൾ. ഇരിട്ടിയിൽ ഒരു BJP പ്രവർത്തകൻ പട്ടാളത്തിൽ ജോലി കിട്ടിയപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് വീട്ടുപറമ്പിലോ മറ്റോ സൂക്ഷിച്ചിരുന്ന ബോംബ് എടുത്ത് നശിപ്പിക്കാൻ, നിർവീര്യമാക്കാൻ നോക്കി. അതിനെ എടുത്ത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ബോംബ് പൊട്ടി. കണ്ണും കാലും നഷ്ടപ്പെട്ടു. പട്ടാളത്തിലെ ജോലി നഷ്ടപ്പെട്ടു. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല സാർ. നമുക്കെല്ലാം അറിയാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ കേരളം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള പാർലമെന്റ് ഇലക്ഷൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്, പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് പാനൂരിൽ DYFI പ്രവർത്തകൻ അഡ്മിറ്റഡ്ലി എവിഡൻലി തെളിഞ്ഞ കാര്യമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. DYFI പ്രവർത്തകൻ ഷെറിൻ ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി പരിക്ക് പറ്റി മരണപ്പെട്ടത്. ഷെറിൻ മരണപ്പെട്ടു. പോലീസ് കേസ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു. ആദ്യം എന്തായിരുന്നു പാർട്ടിയുടെ നിലപാട്?
ഒന്ന് മാഷ് DYFIനെ തള്ളി പറഞ്ഞു. പരിക്ക് പറ്റിയ ആൾ എവിടെ കൊണ്ടുപോയി? ആദ്യം കോഴിക്കോട്ടെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നീട് തലശ്ശേരിയിൽ നമുക്കെല്ലാം അറിയുന്ന CPM നിയന്ത്രണത്തിലുള്ള തലശ്ശേരി സഹകരണ ആശുപത്രിയിലാണ് പരിക്ക് പറ്റിയ ആളുകളെ രഹസ്യമായിട്ട് ചികിത്സിക്കുന്ന. നമുക്ക് പത്രക്കാർക്ക് കാണാൻ കഴിയില്ല, ചാനൽക്കാർക്ക് കാണാൻ കഴിയില്ല, ബന്ധുക്കൾക്ക് പോലും കാണാൻ കഴിയില്ല. പാർട്ടി നേതാക്കന്മാർ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചികിത്സ പോലും ക്രമീകരിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ പാനൂർ ചെറ്റക്കണ്ടിയിൽ 2 CPM പ്രവർത്തകർ ഷൈജുവും സുബീഷും വർഷങ്ങൾക്ക് മുമ്പാണ് 2015 ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി അവർ മരിച്ചു. അവരുടെ കാര്യം അന്ന് സഭയിൽ സബ്മിഷനായിട്ട് അവതരിപ്പിച്ചത് ഞാനാണ്. CPM പ്രവർത്തകരാണെന്ന് അന്ന് നിഷേധിച്ചു. പിന്നീട് ഇപ്പോൾ ഉണ്ടായ സംഭവം എന്നാണ് നമ്മൾ കണ്ട കാര്യം. അവിടെ CPM സ്മാരകം നിർമ്മിച്ചു. രക്തസാക്ഷികളായി ഈ ഷൈജുവിനെയും സുബീഷിനെയും രക്തസാക്ഷികളായി പാർട്ടി പ്രഖ്യാപിക്കുകയും അവർക്ക് സ്മാരകം ഏർപ്പെടുത്തുകയും ആ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനത്തിന് ബഹുമാന്യനായ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ നോട്ടീസ് അടിക്കുകയും ചെയ്തു. വ്യാപകമായ പ്രതിഷേധമുയർന്നു. മാധ്യമങ്ങളിൽ അതിശക്തമായ പ്രതിഷേധമുയർന്നു. ഗോവിന്ദൻ മാസ്റ്റർ പോയില്ല, പകരം ജില്ലാ സെക്രട്ടറി MP ജയരാജൻ പോയി സ്മാരകം അവിടെ ഉദ്ഘാടനം ചെയ്തു. ഈ ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി മരിച്ചവർക്കാണ് സ്മാരകം. ബഹുമാനായ മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. കുടിയാമല ഇരിക്കൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്, എനിക്കും അറിയാം. കുടിയാമലയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പേര് ഞാൻ പറയുന്നു, KM ജോസഫിന്റെ വീട്ടിൽ ബോംബ് പൊട്ടി ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ. അന്ന് ബഹുമാനായ പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ആ സംഭവത്തെ തള്ളി പറഞ്ഞു. പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞു. ജില്ലാ കമ്മിറ്റി പ്രസ്താവന ഇറക്കി. പാർട്ടിക്ക് പങ്കില്ല, വീട് വൃത്തിയാക്കുന്നതിനിടയിലാണ്. പിന്നീട് 1 മാസത്തിനുള്ളിൽ ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി അവിടെ പോയി ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് കുടുംബ സഹായ ഫണ്ട്, അവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ച് കുടുംബ സഹായ ഫണ്ട് നൽകി. നമുക്ക് ചർച്ച ചെയ്യാം സാർ, നമുക്ക് ചർച്ച ചെയ്യാം. നിഷേധിക്കാൻ കഴിയുമോ? എത്ര CPM പ്രവർത്തകരാണ് കതിരൂർ പുല്ലിയോട്? അങ്ങേക്കറിയാം, കതിരൂർ പുല്ലിയോട് ബോംബ് നിർമ്മിക്കുമ്പോൾ 2 CPM പ്രവർത്തകർ മരിച്ചു. കുടിയാമല ഞാനിവിടെ പറഞ്ഞു, ചെറ്റക്കണ്ടി പറഞ്ഞു, കൊളാരിയിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ ഒരു CPM പ്രവർത്തകൻ മരിച്ചു. കല്ലിക്കണ്ടിയിൽ ഇവിടെ പറഞ്ഞു. BJP കാര്യം മരിച്ചിട്ടുണ്ട്. ചെറുവാഞ്ചേരിയിലും പൊയിലൂരിലും BJP പ്രവർത്തകർ മരിച്ചിട്ടുണ്ട് ബോംബ് നിർമ്മിക്കുമ്പോൾ. P ജയരാജന്റെ എല്ലാം കേൾക്കാൻ പ്രയാസം ഉണ്ടാവും. മകന്റെ കയ്യിൽ P ജയരാജൻ നിങ്ങൾക്കറിയാമല്ലോ. P ജയരാജന്റെ മകൻ ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി അദ്ദേഹത്തിന് പരിക്ക് പറ്റി. ആദ്യം പറഞ്ഞു അത് വിഷുവിന് പടക്കം ഉണ്ടാക്കിയതാണ്. ചോദ്യം വന്നു, പത്രക്കാർ ചോദിച്ചു, നാട്ടുകാർ ചോദിച്ചു, ഞങ്ങൾ ചോദിച്ചു, വിഷുവിന് പടക്കം ഉണ്ടാക്കുന്നത് ഇതെല്ലാം 10-15 കൊല്ലം മുമ്പുള്ള ചരിത്രം പറയലാണ്. 10-15 മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. 10-15 മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. അടിയന്തര വിഷയങ്ങൾ പറയാം. അല്ല 20 കൊല്ലം മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. 20 അങ്ങനെയെങ്കിൽ 60 മുതൽ ചരിത്രം പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിത്രം പറയാനല്ല അടിയന്തര പ്രമേയം. പറ ബഹുമാനപ്പെട്ട അംഗം പറ. സാർ ഇത് കേൾക്കാൻ CPM ബെഞ്ചുകളിൽ ഇത് കേൾക്കാൻ സഹിഷ്ണുതയോടെ കേൾക്കാൻ അവർ കഴിയില്ല. CPM സംസ്ഥാന കമ്മിറ്റി ഏരിയാണല്ലോ, അവിടെ ചർച്ച ചെയ്യണം ഈ കാര്യങ്ങൾ. സണ്ണി ജോസഫ് ഇവിടെ പറഞ്ഞ, പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമോ എന്ന് പരിശോധിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങൾ അതിനെ വേദിയാക്കണം. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ അതിന് തയ്യാറാകണം. ഇവിടെ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ചർച്ചയ്ക്കാണ് ആവശ്യപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സാർ കക്കട്ടിൽ RMB പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞു. CPM പ്രവർത്തകർ തന്നെ. മണിയൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞു. കൂത്തുപറമ്പിൽ വനിതാ ലീഗിന്റെ പ്രവർത്തകർക്കെതിരെ വീടിന് നേരെ ബോംബെറിഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഒരു പ്രതിയെയും പിടിച്ചിട്ടില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം പാനൂരിൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ മൻസൂർ എന്ന മുസ്ലിം ലീഗ് പ്രവർത്തകനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തി CPM പ്രവർത്തകർ. അപ്പോൾ CPM ഇത് മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറത്ത് ഇത് CPMന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതലായിട്ട് ബോംബ് നിർമ്മാണം നടക്കുന്നത്. വളരെ തെളിഞ്ഞ കാര്യമാണ്, പ്രകടമായിട്ടുള്ള കാര്യമാണ്. ഈ പ്രതികൾക്കെല്ലാം ഒത്താശ ചെയ്യുന്നു, പാർട്ടി നേതൃത്വമാണ് ഒത്താശ ചെയ്യുന്നത്. ഫണ്ട് കൊടുക്കുന്നു, സ്മാരകങ്ങൾ നിർമ്മിക്കുന്നു, കേസുകൾ ഇല്ലാതാക്കുന്നു, തെളിവുകൾ നശിപ്പിക്കുന്നു, പോലീസിനെ നിർവീര്യമാക്കുന്നു.
സാർ, ഒരുപാട് സംഭവങ്ങളിൽ പോലീസ് ബോംബ് കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു നിരവധി സംഭവങ്ങളിൽ. ഞങ്ങളുടെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടിയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലളിതമായ ചോദ്യം, ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഈ ബോംബ് എവിടെ വെച്ച് നിർമ്മിച്ചു, ആര് നിർമ്മിച്ചു? കതിരൂരിൽ നമുക്കറിയാം, ഒരു തോടിന് കുറുകയായിട്ട് ഒരു ഷെഡ് പോലെ ഉണ്ടാക്കി, ഒരു കുടില് പോലെ ഉണ്ടാക്കിയിട്ട് പാലം വെച്ച് കുടില് പോലെ ഉണ്ടാക്കി ഞാൻ പോയി കണ്ട സ്ഥലമാണ്. ഇപ്പോൾ ഷാഫി ഇന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇന്നലെ DCC പ്രസിഡന്റ് പോയി കണ്ടു, തലശ്ശേരിയിൽ എരഞ്ഞോളിയിലെ സ്ഥലത്തേക്ക്. അവിടെ തോടിന് പാലം പോലെ ഉണ്ടാക്കി, കുടില് പോലെ അതിൽ കെട്ടി, അവിടെ വെച്ചാണ് ബോംബുണ്ടാക്കിയത്. അവിടെ പയ്യൻ പരിക്ക് പറ്റിയ കൈ പോയ അങ്ങേക്ക് അറിയാം, നന്നായിട്ടറിയാം. ആ പയ്യൻ്റെ വീടടിയാ മാഹിയില. തലശ്ശേരിയിലെ കതിരൂരിൽ വന്ന് ഈ ബോംബ് മാഹിക്കാരൻ വന്ന് കെട്ടണമെങ്കിൽ അതിന് നേതൃത്വത്തിൻ്റെ ഒത്താശയുണ്ട്, പണമുണ്ട്, സാധന സാമഗ്രികൾ നൽകുന്നുണ്ട്, പ്രോത്സാഹനം നൽകുന്നുണ്ട്, ഗൂഢാലോചന നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഭവങ്ങളിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ഇതാരെ ലക്ഷ്യം വെച്ചാണ് ഈ ബോംബുകൾ നിർമ്മിക്കുന്നത്? ആർക്ക് നേരെ എറിയാനാണ്? ഷെറിൻ മരിച്ച സംഭവത്തിൽ, കൂത്തുപറമ്പ് തെരഞ്ഞെടുപ്പിൽ, വടകര തെരഞ്ഞെടുപ്പിൽ ആർക്കെതിരെ ഉപയോഗിക്കാനാണ് ഈ ബോംബ് നിർമ്മിച്ചത്? അതുകൊണ്ടാണ് സാർ ഷാഫി പറമ്പിൽ പറഞ്ഞത്, എന്താ പറഞ്ഞത്? AK ബാലൻ വേവലാതിപ്പെട്ടു, ഈ ചിഹ്നം നഷ്ടപ്പെട്ടാൽ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ചിഹ്നമാകേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞത്, അങ്ങനെ പോയാൽ, ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കാം എന്ന് നിങ്ങളെ ആക്ഷേപിച്ച് പറയേണ്ടതായിട്ട് തോന്നുന്നു. പാർട്ടി ആക്ഷേപിച്ച് പറയേണ്ടതായിട്ട്. അത്തരത്തിൽ നിങ്ങൾ ബോംബ് നിർമ്മാണം നിങ്ങൾ ആയുധമാക്കുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിനെ ന്യായീകരിക്കുന്നു, കേസുകളിൽ നിന്ന് പ്രതികൾക്ക് രക്ഷ നൽകുന്നു, അതിന് പണം നൽകുന്നു, രക്തസാക്ഷികളെ നിങ്ങൾ പ്രഖ്യാപിച്ച് സൃഷ്ടിക്കുന്നു, അതിനെ ബഹുമതിയാക്കി മാറ്റുന്നു. അത് അവസാനിപ്പിക്കണം. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം, ബോംബ് നിർമ്മാണം തടയണം, യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, പരിക്ക് പറ്റി മരണപ്പെട്ട വേലായുധൻ്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം. ഈ കാര്യം ഏറ്റവും ഗൗരവമേറിയതാണ്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. സർ, എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന ഒരു കാലവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, നിങ്ങൾക്ക് കണക്റ്റില്ല. നിങ്ങൾ 25 or 50 കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കുക. ഞാൻ ചോദിക്കട്ടെ, എത്ര നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടത്? എത്ര പാർട്ടിക്കാരാണ് സ്വന്തം പാർട്ടിക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത്? എത്ര പേരുടെ കയ്യും കാലും പോയി സാർ? നിരപരാധികളായ മനുഷ്യർ. ഇവിടെ സണ്ണി ജോസഫ് സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയ സ്ത്രീകൾ, പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, എത്ര കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്? എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ട്? നിങ്ങൾ ഉണ്ടാക്കിയ ആക്രി പറക്കാൻ പോയ പാവങ്ങൾ, ആസാമിൽ നിന്ന് വന്നവർ, പിതാവും മകനും, എത്ര മനുഷ്യരാണ്? എത്ര എൻ്റെ കയ്യിൽ കുഞ്ഞുങ്ങൾക്ക് പരിക്ക് പറ്റിയതിൻ്റെ മരിച്ചതിൻ്റെ ലിസ്റ്റ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് 5 വയസ്സുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, ക്രിക്കറ്റ് ബോൾ തെറിച്ച് കാട്ടിലേക്ക് പോയപ്പോൾ അത് പറക്കിയെടുക്കാൻ പോയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എത്രയോ പേർ ഐസ്ക്രീം ബോക്സിൽ കൊണ്ടുവന്ന് ബോംബ് വച്ചപ്പോൾ അത് ഐസ്ക്രീമാണ് എന്ന് കരുതി കളിക്കളത്തിൽ അത് തുറന്ന കുട്ടികൾ. എത്ര കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ പറയാം. എല്ലായിടത്തും ഈ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കി വെക്കുകയാണോ? എല്ലാ സ്ഥലത്തും. സർക്കാർ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം, സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം. ദുരൂഹമായ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും തുറന്നു നോക്കരുത് എന്ന് പറയണം. സാർ, 85-90 വയസ്സ്, 85നും 90 വയസ്സിനിടയിലുണ്ട് ഇപ്പോൾ മരിച്ച ആ വയോധികൻ. പറമ്പിൽ തേങ്ങ പറക്കാൻ പോയ ആളാണ്. കണ്ടിട്ട് ഈ സ്റ്റീൽ പാത്രം കണ്ട് അതിനകത്ത് എന്താണെന്ന് പൊട്ടിച്ചു നോക്കിയതാ. സാർ, മുഖം പോലും ഉണ്ടായില്ല, വികൃതമായി. എത്ര ക്രൂരമായ രീതിയിലാണ് സാർ ഒരു നിരപരാധി കൊല ചെയ്യപ്പെട്ടത്? നിങ്ങളിത് ആർക്കെതിരെയാണ് സാർ ബോംബുണ്ടാക്കുന്നത്? ഈ സംഭവം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ. 2 പാർട്ടി ഗ്രാമങ്ങളിലുണ്ടായ പാർട്ടിയുടെ തന്നെ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ്. അവരൊരു ഉത്സവത്തിന് വന്നപ്പോൾ ഈ കുണ്ടുകുളത്തുനിന്ന്, കൊടക്കുളത്തുനിന്ന് വന്നവരെ നേരത്തെ മർദ്ദിച്ചു. അവര് കേസൊക്കെ കഴിഞ്ഞ് പുറത്തു വന്ന് ഈ കിസാൻ സംഘത്തിന്റെ, കർഷക സംഘത്തിന്റെ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തി, നിന്നെയെല്ലാം ശരിപ്പെടുത്തുമെന്ന്. അവർ വീണ്ടും വരുമ്പോൾ, വീണ്ടും ആക്രമിക്കാൻ വരുമ്പോൾ അവരെ എറിയാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിക്കാർക്കെതിരായി എറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ബോംബാണിത്. ആർക്കറിയാൻ പാടാത്ത അങ്ങാടിപ്പാട്ടല്ലേ ഇതെല്ലാം? 2 ക്രിമിനൽ സംഘങ്ങൾ, നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ, CPM-ന്റെ നേതാക്കന്മാർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന
അവർ തന്നെ പിന്തുണ കൊടുക്കുന്ന, അവർ തന്നെ കുടപിടിച്ചു കൊടുക്കുന്ന 2 ക്രിമിനൽ സംഘങ്ങൾ, വേറെ ആരുമല്ല. ആ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിന് അവർ പകരം ചോദിക്കാൻ വരുമ്പോൾ പ്രതിരോധത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് ഈ കർഷക സംഘത്തിന്റെ ഓഫീസിന്റെ പുറകിൽ ഈ സാധനം അവരെ എറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ഇത് എവിടെയാണ് സാർ ഇത് നടക്കുന്നത്? ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? എത്രമാത്രം അവര് ഈ പാനൂരിൽ തുടർച്ചയായ ബോംബ് സ്ഫോടനം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. നിങ്ങൾ എന്തായാലും RSSകാര് എറിയാൻ വച്ചാലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അന്ന് വന്നതിന് ശേഷം അങ്ങ് നേരത്തെ വളരെ അഭിമാനത്തോടു കൂടി ഒരു സംഘർഷമൊന്നുമില്ല ഇപ്പോൾ. കാരണം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് രഹസ്യമായി RSS നേതാക്കളുമായി ചർച്ച ചെയ്ത് നിങ്ങളെല്ലാം ഒതുക്കി നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായി. നല്ല കാര്യം, വഴക്കുണ്ടാവുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ആർക്കെതിരെയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ബോംബുണ്ടാക്കി വെച്ചത്? ഞങ്ങളെറിയാനാ? ഞങ്ങൾ ഈ പാവങ്ങളെ എറിയാൻ വേണ്ടിയിട്ടോ? വടകരയിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. കഴിഞ്ഞ വർഷം 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനെ ബോംബെടുത്ത് കൊന്നത് പാനൂരിൽ. അതേപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ബോംബ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആരെ കൊല്ലാൻ? അവിടെ ഇരിക്കെ പ്ലീസ്. അങ്ങ് സംസാരിച്ചോ. പ്ലീസ് അങ്ങ് സംസാരിച്ചോ. അവിടെ ഇരിക്കെ അങ്ങ് സംസാരിച്ചോ. അവിടെ ഇരിക്കെ പ്ലീസ്. അവിടെ ഇരിക്കെ. അദ്ദേഹം സംസാരിക്കട്ടെ പ്ലീസ്. അദ്ദേഹം സംസാരിക്കട്ടെ. അവിടെ ഇരിക്കെ. അദ്ദേഹം സംസാരിക്കട്ടെ. യെസ് സംസാരിച്ചോ. സാർ, പാനൂരിലെ ഷെറിൻ കൊല്ലപ്പെട്ടപ്പോൾ അറസ്റ്റിലായത് മുഴുവൻ പാർട്ടിക്കാരല്ലേ അറസ്റ്റിലായത്? DYFIക്കാരൻ അറസ്റ്റിലായി. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി അവിടെ പോയി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞെന്താ? ഇത് മനഃപൂർവ്വമായിട്ട് അവരെ പ്രതിയാക്കിയതാണ് നിങ്ങളുടെ പോലീസ്. അതായത് ബോംബ് പൊട്ടിയെന്നറിഞ്ഞപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിന് ഓടിയെത്തിയ DYFIക്കാരനെ പ്രതിയാക്കിയെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോലീസിനെ കുറിച്ച് ആക്ഷേപിച്ചത്. കണ്ണൂർ പോയിട്ട് നിങ്ങളുടെ പോലീസിനെ കുറിച്ചാണ് ആക്ഷേപിച്ചത്. എന്ന് മുതലാണ് സാർ ബോംബ് നിർമ്മാണത്തിന് സന്നദ്ധ പ്രവർത്തനം എന്ന് ഓമന പേരിട്ട് നിങ്ങളുടെ പാർട്ടി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നത്? ബോംബ് നിർമ്മാണം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തവൻ സന്നദ്ധ പ്രവർത്തനത്തിന് വന്നവനാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾ ഏത് സംഭവം ഉണ്ടായാലും ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറയും. ഇവിടെ സണ്ണി ജോസഫ് പറഞ്ഞു. എന്നിട്ട് 2-3 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അവരുടെ കുടുംബത്തെ സഹായിക്കും. അപ്പം നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഏർപ്പാടല്ലേ ഇത്? അതുകൊണ്ടാണല്ലോ. എങ്ങനെയാ സാർ? എന്തൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്! നിരപരാധികളെ കൊല്ലുന്ന, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ബോംബ് നിർമ്മാണം നടത്തുന്നവർ എങ്ങനെയാണ് സാർ ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയുടെ രക്തസാക്ഷികളായി മാറുന്നത്? ക്രിമിനലുകളെയാണോ നിങ്ങൾ രക്തസാക്ഷികളാക്കി മാറ്റുന്നത്? അവരെയാണോ നിങ്ങൾ മാറ്റുന്നത്? ബോംബ് നിർമ്മാണം, വേറൊരാളെ കൊല്ലാൻ ബോംബ് ഉണ്ടാക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നയാൾ പിന്നീട് രക്തസാക്ഷിയായി മാറുകയാണ്. എന്തൊരു ലോകത്തെവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? തീവ്രവാദികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത സംഭവങ്ങളല്ലേ സാർ ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്നിട്ട് ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷം കൊണ്ട് അങ്ങ് ഇവിടെ തന്ന മറുപടി എൻ്റെ കയ്യിലുണ്ടല്ലോ. 32 പേരാണ് ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടത്. 32 പേർ. 89 പേര് പരിക്ക് പറ്റി കിടക്കുകയാണ്, കൈയും കാലും ഇല്ലാതെ, മുഖം വികൃതമായി കിടക്കുകയാണ്. എന്നിട്ടാണ് നടപടിയെടുക്കും. എവിടെയാണ് സാർ പോലീസ്? സാർ, ഇവിടെ തന്നെ ഈ കേസിൽ പോലീസ് 3 റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തു. ആദ്യത്തെ 3 റിമാൻഡ് റിപ്പോർട്ടിലും രാഷ്ട്രീയ പ്രതിയോഗികളോട് നേരിടാൻ വേണ്ടിയിട്ടാണ് ബോംബ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. 3 റിമാൻഡ് റിപ്പോർട്ട്. 4ാമത്തെ റിമാൻഡ് റിപ്പോർട്ട് ആയപ്പോഴേക്കും മാറി. അതേത് ഉത്സവത്തിലുണ്ടായ തർക്കമാണെന്ന് പറഞ്ഞു. 3 റിമാൻഡ് റിപ്പോർട്ട് കൊടുത്ത പോലീസിനെ കൊണ്ട് 4ാമത്തെ റിമാൻഡ് റിപ്പോർട്ട് മാറ്റി എഴുതിച്ചത് ആരാണ് സാർ? ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഈ ക്രിമിനൽ ആക്ടിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണ്? ഇതിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ആരാണ്? എന്നിട്ട് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അവരെ പൊതുജന മധ്യത്തിൽ ആദരിക്കാൻ പോകുന്നത് ആരാണ്? അപ്പൊ നിങ്ങൾ അവരെ മഹത്വവൽക്കരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അത് പ്രോത്സാഹനമായി മാറുകയാണ്. അങ്ങ് പറഞ്ഞതുപോലെ മറ്റേ എറണാകുളത്ത് ബോംബെറിഞ്ഞവൻ സോഷ്യൽ മീഡിയയിൽ കണ്ട് ബോംബുണ്ടാക്കിയണ പോലെ ബോംബുണ്ടാക്കുവാണോ? കണ്ണൂരിൽ അതുപോലെ ബോംബുണ്ടാക്കുകയാണോ?
പാർട്ടി ഗ്രാമങ്ങളിൽ വേറെ ആർക്കും പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവിടെ എന്താ പറഞ്ഞത്? ഈ സംഭവം ഉണ്ടായപ്പോൾ ഒരു സംഘം വളഞ്ഞു പ്രദേശം മുഴുവൻ തെളിവുകളും മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് പോലീസ് വന്നത്. ഇന്നത്തെ പോലീസിന് വരാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് പോലീസോട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ പോലീസ് അവിടെ നിൽക്കും. ഇനി പോലീസിനോട് വന്നോളാൻ അവർ തന്നെ പറയുമ്പോഴാണ് പോലീസ് വന്ന് ഇതെല്ലാം ചെയ്തത്. എല്ലാ തെളിവുകളും ഇത് സാർ എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് സർക്കാർ. പോലീസിന് ഭയമാണ് സാർ. പോലീസിന് അങ്ങ് പറഞ്ഞല്ലോ റെയ്ഡ് നടത്തും, പിടിക്കും. എവിടെ റെയ്ഡ് നടത്തി? എവിടെ വാഹന പരിശോധന നടത്തി? അവർക്ക് ഈ സ്ഥലങ്ങളെല്ലാം അറിയാലോ. ഇപ്പോ പറമ്പിൽ ഈ സാധനം ഉണ്ടായി ഇല്ലെന്ന് ആരറിയാം? സാറേ, എഴുതി വെക്കാൻ പറഞ്ഞൊരു ബോർഡ്, ചില വീടിന്റെ മുമ്പിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചേക്കുന്നത് പോലെ ഈ പറമ്പിൽ സ്റ്റീൽ ബോംബുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കി. നിങ്ങൾ കൊണ്ടുപോയി വയ്ക്കുന്നവരെ എഴുതി വെക്കാൻ പറ. ഇല്ലെങ്കിൽ പാവങ്ങൾ മരിക്കും, കുഞ്ഞുങ്ങൾ മരിക്കും, ഒരിക്കലും കുഞ്ഞുങ്ങൾ മരിക്കും. മനസ്സിലായില്ലേ? ഈ പറമ്പിലൊക്കെ നടക്കുന്നത് കുട്ടികൾ കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളൊക്കെ മരിക്കുകയാണ്. എത്ര പേരുടെ ലിസ്റ്റാണ് സാർ? ഇതൊന്ന് അവസാനിപ്പിക്കുക. നിങ്ങൾ ആയുധം താഴെ വെക്കുക. നിങ്ങൾ ഈ ബോംബ് നിർമ്മാണം നിങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റിലേക്ക് വരൂ. രാഷ്ട്രീയം ഒരു പരിഷ്കൃത സമൂഹത്തിന് മുഴുവൻ അപമാനകരമായ കാര്യങ്ങളാണ് കേരളത്തിലെ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, ജനങ്ങൾ ഈ താക്കീത് നൽകിയിട്ടും ഞാൻ പ്ലീസ് അവിടെ ഇരിക്കെ. പ്ലീസ്, അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന പ്ലീസ് അവിടെ ഇരിക്കെ, അദ്ദേഹം പറയട്ടെ. യെസ് അങ്ങ് പറഞ്ഞു. സാർ, ഞാൻ ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയ കാര്യമല്ല ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ബോംബ് വെച്ച കാര്യമാണ് പറഞ്ഞത്. ഇത്ര ചൂടാവേണ്ട കാര്യമില്ല, ഇത്ര ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ട്രാൻസ്പോർട്ട് ഡ്രൈവറെ റോട്ടിൽ വെച്ച് പെരട്ടിയ കാര്യമല്ല ഞാൻ പറഞ്ഞത് ബോംബ് നിർമ്മാണത്തിന്റെ കാര്യമാണ്. സാർ, അതുകൊണ്ട് സർക്കാർ ഈ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. സാർ, സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്താശയോടുകൂടി ബോംബ് നിർമ്മാണം നടക്കുകയും നിരപരാധികൾ മരിക്കുകയും സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയും സർക്കാരും പോലീസും ചെയ്യുന്നില്ല. സർ, അതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. സർ, കണ്ണൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഒരു കുടിൽ വ്യവസായം പോലെ ഈ ബോംബ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സർ. എത്ര മനുഷ്യരാണ് സർ ഈ ബോംബ് നിർമ്മാണത്തിൽ മരണപ്പെട്ടു പോകുന്നത്? എത്ര യുവാക്കളുടെ, എത്ര ചെറുപ്പക്കാരുടെ, എത്ര ആളുടെ കയ്യും കാലുകളുമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും ഇതിനൊരു അറുതി വരുന്നില്ല എന്നുള്ളതാണ്. ആ പാർട്ടി ഒരു ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബോംബ് നിർമ്മാണം നടക്കുകയാണോ എന്ന് പോലും സംശയിക്കുകയാണ്. ഇത് പോലീസ് മാത്രം വിചാരിച്ചതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല സർ. ആ പാർട്ടിയുടെ ആളുകൾ, CPMന്റെ നേതൃത്വം തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്തുവരും. ഇത്തരം നിർമ്മാണത്തെ നിർത്തിവെക്കാൻ, അല്ലെങ്കിൽ ബോംബ് നിർമ്മാണമല്ല, അക്രമ രാഷ്ട്രീയമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ കഴിയണം. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ. ബോംബ് നിർമ്മിക്കുന്നത് പോലീസും വളരെ നടപടിയെടുക്കുന്നതിൽ പോലീസും നിഷ്ക്രിയമാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര വീടുകളാണ് സാർ ബോംബ് നിർമ്മാണത്തിന്റെ ഭാഗമായി ആക്രമിക്കപ്പെട്ടത്? ആർമിയുടെ ഒരു പ്രവർത്തകന്റെ വീട് കക്കട്ടിൽ ഒരു ചെറിയ തലനാരിഴക്കാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അവിടുന്ന് രക്ഷപ്പെട്ടത്. അതിനടുത്ത് ആയഞ്ചേരിയിൽ നടന്ന ബോംബ് ഒരു ചെറിയ കുട്ടി, കിടന്നിറങ്ങുന്ന ഒരു കുട്ടി വളരെ തലനാരിഴക്കാണ് അവിടെ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഇത്തരത്തിൽ നിർമ്മാണങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ നടപടിയെടുക്കണം. ഇതിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ല. പാർട്ടിയും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ വീണ്ടും ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ ജാഗ്രതയോടുകൂടി ശക്തമായ നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറാകണം. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തത് പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തുന്നു.